ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു അടിപൊളി റെസിപ്പിയായിട്ട് നമ്മൾ തലശ്ശേരിയൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പരിപ്പ് ബോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ 1.5 കപ്പ് കടലപ്പരിപ്പ് നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഒരു 1.5 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 2-3 വിസിൽ അടുപ്പിച്ചിട്ട് എടുത്തതാണ്. നല്ലപോലെ വെന്ത് കിട്ടീന് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുതിർത്തി വെക്കാണ്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു 3-5 വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇത് വേവിച്ചെടുക്കുന്നതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോ വെറുതെ ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഉൾപ്പെടുത്താഞ്ഞേ. ഇനിയിപ്പോൾ ഞാനിതാ ഒരു 1.5 കപ്പ് കടലപ്പരിപ്പോളുണ്ട്. ഇത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഒരു 4 കോഴിമുട്ട എടുത്തിട്ട് അതും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി കളറൊക്കെ ഉള്ള മുട്ടയാണെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ കാണാൻ. ഇതിപ്പോൾ എനിക്ക് സാധാ മുട്ടയാണ് കിട്ടിയത്. നാടൻ കോഴിൻ്റെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കലായിരിക്കും നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഒരു 1/4 കപ്പ് തന്നെ സാധാ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാരയും ഏലക്കയും ഒന്നായിട്ട് പൊടിച്ച് വെച്ചതാ. അതിൽ നിന്ന് 1/4 ടീസ്പൂണായിട്ട് എടുത്ത് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതാ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പിൻ്റെ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇത് പരിപ്പ് നല്ലപോലെ അരഞ്ഞിട്ട് കിട്ടണം. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാട്ടെ വേണ്ടത്. ഇതിപ്പം കറക്റ്റ് അളവാണ്. ഈ ഒരു കറക്റ്റ് അളവ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ അടിപൊളിയായിട്ടുള്ള പരിപ്പ് ബോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് അടിയിനെ നല്ലപോലെ നിളക്കി കൊടുക്കട്ടെ. അഥവാ അടിയിലെങ്ങാനും ഒട്ടിപ്പിടിക്കട്ടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പം അങ്ങ് ശരിയായി കിട്ടും. അപ്പോൾ ഇത് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗീ തന്നെ ചേർക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നിങ്ങളടുത്ത് എന്താണോ നട്ട്സ് ഉള്ളത് അത് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ കാഷ്യൂം കിസ്മിസൊന്നും ഇല്ല. അതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അതിന് പകരം ഞാനിതാ കുറച്ച് ബദാം വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ സൈഡിലൊക്കെ ആ ഗീ എത്തിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കട്ടോ. മൊത്തത്തിലായിട്ട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരു 10-20 മിനിറ്റ് ആട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത്. അതിന് മുന്നേ ഇതാ നമ്മൾ ഈ പാനിൻ്റെ ഇതുപോലെ മൂടിക്ക് ഇതുപോലെ ഹോൾസ് ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മളൊരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അത് കവർ ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിയുമ്പം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലേനും വെച്ചത്. എന്നിട്ടുണ്ടല്ലോ നമ്മൾ എന്താണോ നട്ട്സ് ഉള്ളത് അത് ഇതിൻ്റെ മേലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി വെക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഒരു തവയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് കേട്ടോ വെക്കേണ്ടത്. ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കട്ടോ. ഇപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നോക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. മേലഭാഗം വരെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സെറ്റാക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് പോള ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഒരു പോള പണ്ട് മുതലേ തലശ്ശേരിയിലൊക്കെ ഉണ്ടാക്കി വരുന്നൊരു പോളയാട്ടോ. അതുപോലെ തന്നെ പരിപ്പും മുട്ടയും മാത്രം മതിയല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വായിൽ ഇട്ടാൽ അലിഞ്ഞു പോകുന്നതൊരു രുചിയാട്ടോ. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ പരിപ്പ് സോക്ക് ചെയ്തിട്ട് എടുക്കണമെന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 3-5 വിസിലടിച്ചാൽ പെട്ടെന്ന് പരിപ്പ് വെന്ത് കിട്ടും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.